2024 നീറ്റ് ആസ്പിറൻസിനായിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നീറ്റ് 2024 സിറ്റി ഇന്റിമേഷൻ. നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ് എക്സാം എഴുതേണ്ടത്, അതേപോലെ തന്നെ നിങ്ങൾ ഏത് സിറ്റിയിലാണ് എക്സാം എഴുതേണ്ടത്. ഓഫ് കോഴ്സ് നിങ്ങൾ എല്ലാവരും കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ഓപ്റ്റ് ചെയ്തിരിക്കുന്ന സിറ്റി തന്നെ ആയിരിക്കും മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ടാവുക. സോ എങ്കിലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കുക. അപ്പൊ ആ ഒരു ഇന്റിമേഷൻ വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ മെയ് 5-ാം തീയതി നടക്കാനുള്ള എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് വൈകുന്നതിനനുസരിച്ച് കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു എക്സാം നീട്ടിവെക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഒന്നുമില്ല. കാരണം നിങ്ങൾ ആ അഡ്മിറ്റ് കാർഡ് വരുന്ന ഡേറ്റ്, അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ വളരെ റീസെന്റ് ആയിട്ട് അത് തന്നെ വരും. പിന്നെ വേറൊരു കാര്യം, എക്സാമിന്റെ ഡേറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നമ്മുടെ ഗൂഗിൾ ക്രോമിലോ ഏത് സെർച്ച് എഞ്ചിൻ ആയാലും നിങ്ങൾ അത് യൂസ് ചെയ്യുക. ആൻഡ് അതിൽ പോയിട്ട് നിങ്ങൾ അതിന്റെ ടാബിൽ നമ്മുടെ നീറ്റ് 2024 രജിസ്ട്രേഷൻ എന്നോ അല്ലെങ്കിൽ nta.neet.2024 എന്നോ എന്ത് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിനകത്ത് നിങ്ങൾക്ക് കാണാം നീറ്റ് UG 2024 സിറ്റി ഇന്റിമേഷൻ ഈസ് ലൈവ് എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ NTA ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് കാണാം ക്ലിക്ക് ഹിയർ ഫോർ സിറ്റി ഇന്റിമേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ യു ഹാവ് ടു ജസ്റ്റ് ക്ലിക്ക് ദെയർ. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവും. അതിൽ നിങ്ങൾ കൊടുക്കേണ്ട പർട്ടിക്കുലേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ആണ്. ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കണം. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. പിന്നെ എന്റർ സെക്യൂരിറ്റി പിൻ, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ആ പിൻ അതേപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു വിൻഡോയിലേക്ക് പോകുന്നു. അവിടെ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ സിഗ്നേച്ചർ എല്ലാം ഉള്ള ഒരു ഫോർമാറ്റ് അവിടെ വരുന്നതായിരിക്കും. അപ്പൊ ഞാനത് ഒരെണ്ണം ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ 1 മിനിറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം. സോ ഇവിടെ നമുക്കൊരു PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ പർട്ടിക്കുലേഴ്സ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും, അതേപോലെ തന്നെ കാൻഡിഡേറ്റ് നെയിം, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കാൻഡിഡേറ്റ് നെയിം, പിന്നെ ഫാദേഴ്സ് നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, അങ്ങനത്തെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അതാണോ, അല്ലെങ്കിൽ എന്താ പറയാ സ്ക്രൈബ് റിക്വയർഡ്, പിന്നെ അതേപോലെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ അതും ചെക്ക് ചെയ്യണം. നിങ്ങൾ ഇംഗ്ലീഷ് ആണ് ഓപ്റ്റ് ചെയ്തിരിക്കണമെങ്കിൽ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഇംഗ്ലീഷ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 5th May 2024. 5th May 2024. അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ ടൈമിംഗ് ഓഫ് എക്സാമിനേഷൻ, അപ്പൊ അത് മറക്കണ്ട കേട്ടോ. 5th May ആണ് കേട്ടോ. 5th May ആണ് നമ്മളുടെ എന്താണ് എക്സാം ഡേറ്റ് വരുന്നത്. ആൻഡ് ടൈമിംഗ് ഓഫ് എക്സാമിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് 2 PM to 5:20 PM. ഓക്കെ, 5:20 PM ആണ് നിങ്ങളുടെ എക്സാം ടൈം പറഞ്ഞിരിക്കുന്നത്. സോ അത് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് തിങ് കൊടുത്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ്, ദാറ്റ് ഈസ് സിറ്റി ഓഫ് എക്സാമിനേഷൻ. സിറ്റി ഓഫ് എക്സാമിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് സിറ്റിയിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത്, ആൻഡ് സ്റ്റേറ്റ് ഓഫ് എക്സാമിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അതാണ് ഈ പറയുന്ന എന്താണ് അപ്ഡേറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിൽ ലാസ്റ്റ് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ദിസ് ഈസ് നോട്ട് ദ അഡ്മിറ്റ് കാർഡ് ഫോർ നീറ്റ് UG 2024. ഇത് അഡ്മിറ്റ് കാർഡ് അല്ല. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, എക്സാം ഹാളിലൊന്നും പോകരുത്. ഇതെന്താണ്, ജസ്റ്റ് എന്താണ് നിങ്ങൾക്ക് അഡ്വാൻസ് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ പേപ്പർ മാത്രമാണ്. ഇതിന് താഴെ കുറച്ച് പർട്ടിക്കുലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എക്സാം ഹാളിൽ കൃത്യം എന്താ പറയാ 11 AM 11 മണി തൊട്ട് നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ എൻട്രി ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻ അഡ്വാൻസ് നിങ്ങൾ 11 മണിക്ക് തന്നെ എത്തുക എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്ക് മാക്സിമം എത്ര മണി വരെ അവിടെ എൻട്രി ഉണ്ടാവും എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 1:30 PM വരെ എന്താണ് നിങ്ങൾക്ക് അവിടെ എൻട്രി ഉണ്ട്. അതിനുശേഷം വരുന്ന ഒരാളെയും എക്സാം സെന്ററിലേക്ക് അലൗ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അത് അടുത്തതിൽ നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ട് 3rd പോയിന്റിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത കാര്യം, നിങ്ങൾ എന്താണ് കാൻഡിഡേറ്റ് എന്ത് ചെയ്യണം, തലേ ദിവസം തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ, അതായത് എക്സാം സെന്റർ ഇരിക്കുന്ന ലൊക്കേഷൻ, ഒരു സ്കൂളാണെങ്കിൽ സ്കൂൾ, അതിന്റെ ലൊക്കേഷൻ, അതിന്റെ എല്ലാം മനസ്സിലാക്കുക, മാറിപ്പോകാതിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തലേ ദിവസം തന്നെ നോക്കി വെക്കണം എന്നാണ് പറയുന്നത്. വാലിഡ് ഐഡന്റിറ്റി കാർഡ് ഏതാണോ നിങ്ങൾ എന്താണ് വാലിഡ് ID കാർഡ്, ആധാർ കാർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ ഈ പറയുന്ന ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതൊരു ഐഡന്റിറ്റി കാർഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കയ്യിൽ ക്യാരി ചെയ്യാം. അവിടെ പ്രിഫറബിളി ആധാർ കാർഡ് എന്ന് പറയുന്നുണ്ട്.
പിന്നെ നിങ്ങൾക്ക് കയ്യിൽ കരുതാൻ പറ്റുന്ന സാധനങ്ങൾ, എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ കയ്യിൽ കരുതാൻ പറ്റുന്ന സാധനങ്ങൾ, ഒന്ന് പേഴ്സണൽ ട്രാൻസ്പാരന്റ് വാട്ടർ ബോട്ടിൽ, വെള്ളം കുടിക്കാൻ ഉള്ള വെള്ളം നിങ്ങൾ കൊണ്ടുപോകാം. അഡീഷണൽ ഫോട്ടോഗ്രാഫ്സ്, അതായത് നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോഗ്രാഫ്സിന്റെ കോപ്പീസ് നിങ്ങൾ കയ്യിൽ വെച്ചേക്കണം. കാരണം അവിടെ നിങ്ങൾക്ക് എന്താണ് അറ്റൻഡൻസ് ഷീറ്റിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ അഡ്മിറ്റ് കാർഡ്, അതിനകത്ത് സെൽഫ് ഡിക്ലറേഷൻ, ഓക്കെ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ് ഫിക്സ് ചെയ്തിരിക്കണം, അതായത് അതിൽ ഒട്ടിച്ചിരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ അവർ അതിന്റെ സർട്ടിഫിക്കറ്റും കൂടെ കരുതണം. പിന്നെ നോട്ട് അലൗഡ് ടു ക്യാരി എനി പേഴ്സണൽ ബിലോങ്ങിങ്സ് ലൈക്ക് എന്താ പറയുക ഇലക്ട്രോണിക് ഡിവൈസസ്, മൊബൈൽ ഫോൺ, അതേപോലെ ബാൻഡ് പ്രൊഹിബിറ്റഡ് ഐറ്റംസ്, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ടു എക്സാമിനേഷൻ, ഇതൊന്നും എന്താണ് നിങ്ങൾക്ക് കരുതാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് എക്സാം നടത്തുന്ന ആൾക്കാർക്ക് യാതൊരു അതിലൊരു എന്താ പറയാ എന്താ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് കീപ്പിംഗ് നടത്താൻ റെസ്പോൺസിബിലിറ്റി അവർക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത്. സോ എല്ലാവരും ഇത് ചെക്ക് ചെയ്യുക. ഇത് ചെക്ക് ചെയ്യുക മാത്രമല്ല, ക്കുന്ന കാര്യത്തിൽ കുറവൊന്നും വരുത്താൻ പാടില്ല. ഇനിയും നമുക്ക് 10 ദിവസം ബാക്കിയുണ്ട്. സോ സ്റ്റഡി വെൽ, നന്നായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇനി ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ, ഇതേപോലത്തെ അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ കൃത്യമായി നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കോഡിന്റെ നീറ്റ് ചാനൽ വഴി.